ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. 2025 വർഷത്തിലെ ക്രിസ്തീയ വിദ്യാഭ്യാസ വാരാഘോഷത്തോടനുബന്ധിച്ച് 6-ാം ദിവസമായി ഇന്നേ ദിവസം എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൃഢനിശ്ചയം എന്നതാണ്. അതിനെ എടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ 1-ാം അധ്യായം 8-ാം വാക്യം. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനാവുന്നത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. വേറെ ആരുമല്ല, ദാനിയേൽ ചെയ്തതെന്ന് പറഞ്ഞാൽ രാജകീയ ഭോജനം ലഭിച്ചിട്ടും ദാനിയേൽ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനാവുന്നത്, നമുക്കിപ്പോൾ ലോകത്ത് നോക്കാമെങ്കിൽ തന്നെ മദ്യപാനം ഏറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ അത് തന്നെയാണ് ദാനിയേലിനും ലഭിച്ചിരിക്കുന്നത്. രാജകീയ ഭോജനമായ വീഞ്ഞ് ലഭിച്ചിട്ടും ദാനിയേൽ അത് വേണ്ട എന്ന് വെക്കുകയാണ്. നമ്മുടെ ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് കോളേജിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും നമുക്ക് നമ്മുടെ കൂട്ടുകാർ തന്നെ നമുക്ക് ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരും. നീ ഇതൊന്ന് കഴിച്ചു നോക്ക്, നീ ഇതൊന്ന് രുചിച്ചു നോക്ക്, നീ ഒന്ന് മണത്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ ഒരുപാട് നമുക്ക് പ്രലോഭനങ്ങൾ തരുന്നുണ്ടെങ്കിലും നാം അതിനെല്ലാം വേണ്ട എന്ന് വെക്കേണ്ടത് നമുക്ക് വേണ്ട എന്ന് വെക്കണം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃക തന്നെയാണ് ദാനിയേൽ എന്നത്. ദാനിയേലിന് രാജകീയ ഭോജനമായി വീഞ്ഞ് ലഭിച്ചിട്ടും ദാനിയേൽ അത് വേണ്ട എന്ന് വെക്കുകയാണ്. വേറെ നോക്കുകയാണെങ്കിൽ തന്നെ ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് തന്നെ നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നതിന് വേണ്ടിയാണ്. എന്നാൽ അത് തന്നെയാണ് നമുക്ക് ദാനിയേലും കാണിച്ചു തരുന്നത്. രാജകീയ ഭോജനം വേണ്ടെന്ന് വെച്ച് വെക്കുന്നതിന് കാരണം തന്നെ അത് ദൈവഭക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ ആയിരിക്കണം നാമും. ദൈവം നമ്മെ ഇവിടെ ഈ ലോകത്തിലായിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണ്ട എന്നതിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചിന്തയിലൂടെ നമുക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സംഖ്യ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.